അമേരിക്കയിൽ വീണ്ടും വെടിവയ്പ്. ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവയ്പിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വളർത്തുമകനാണ് കോളേജിൽ വെടിയുതിർത്തത്. അക്രമിയെ പോലീസ് വെടിവെച്ച് വീഴ്ത്തി. അമേരിക്കയിലെ ഫ്ലോറിഡ സ്റ്റേറ്റ് സർവകലാശാലയിലാണ് വെടിവയ്പുണ്ടായത്. തോക്കുമായി എത്തിയ വിദ്യാർത്ഥി 2 പേരെയാണ് വെടിവെച്ച് കൊന്നത്. സംഭവത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. ഫീനിക്സ് ഇഗ്നർ എന്ന 20 വയസ്സുകാരനാണ് ആക്രമണം നടത്തിയത്. യുവാവ് ക്യാമ്പസിലെ പുൽത്തകടിയിലൂടെ നടക്കുന്നതും അവിടെ നിന്ന് ഓടിമാറാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 10 തവണയോളം വെടിവെച്ച് കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. വെടിവെച്ച് കേട്ട് വിദ്യാർത്ഥികൾ പരിഭ്രാന്തരായി പരക്കം പാഞ്ഞു. ജെസീക്ക ഇഗ്നർ എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ വളർത്തമകനായ വിദ്യാർത്ഥിയാണ് അക്രമി. തന്റെ വളർത്തമ്മയുടെ പഴയ സർവീസ് റിവോൾവറുമായാണ് വിദ്യാർത്ഥി ക്യാമ്പസിലെത്തി വെടിയുതിർത്തത്. He's the son of a Leon County Sheriff deputy. Our deputy, Deputy Eichner, has been with the Leon County Sheriff's Office for over 18 years. തോക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് തന്റെ വളർത്തമ്മയിൽ നിന്നും യുവാവ് പഠിച്ചിട്ടുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചു. വെടിവയ്പിൽ കൊല്ലപ്പെട്ട 2 പേരും വിദ്യാർത്ഥികളല്ലെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 40,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർവകലാശാലയാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. ക്ലാസുകൾ നടക്കുന്ന ദിവസമായിരുന്നു ആക്രമണം.